ഇനിയും കഴിഞ്ഞില്ലേ? ഇതിപ്പോൾ തീരും. നമ്മൾ നേരത്തെ ഇറങ്ങിയാൽ പ്രശ്നമാവോ? ഏയ്, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അത് കുഴപ്പമില്ല. മാനേജർ നേരത്തെ പോയി. എടാ, നേരത്തെ വരുന്ന കാര്യം റോഷനെ വിളിച്ച് പറയണോ? വേണ്ടടാ, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. എത്രയാണ് അവൻ്റെ ഫ്ലാറ്റിൻ്റെ റെൻറ്റ്? അവനിത് ചുളി വിലക്ക് കിട്ടിയതാ. അതിന് സന്തോഷമല്ലേ പാർട്ടി ഇടന്നേറ്റത്. അല്ലെങ്കിൽ ഈ പിശിക്കൻ അച്ചാൻ പാർട്ടിയല്ല, കോപ്പ് വരും. ഇവന് ഈ കോർമംഗൽ ഭാഗത്തൊക്കെ വീട് നോക്കിയതാ, പക്ഷെ അവിടെ ഒന്നും ബാച്ചിലേഴ്സിന് കൊടുക്കുകയില്ല. പിന്നെ ഈ മുടിഞ്ഞ റെൻറ്റും. ഇതെങ്ങനെ ഒപ്പിച്ചെടുത്താവോ? അവൻ്റെ ഫ്ലാറ്റിൻ്റെ ലൊക്കേഷൻ എനിക്കറിയും. NRI ലേഔട്ടല്ലേ? NRI ലേഔട്ട്. അതിപ്പോൾ, പണ്ട് അതൊരു ശവപ്പറമ്പായിരുന്നു. ഞാൻ പഴയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്യാബ് ആ വഴി പോവായിരുന്നു. ഒരു മനുഷ്യജീവി ഉണ്ടാവില്ല. NRI ലേഔട്ട്. ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. कौन-सा फ्लैट सर? എത്രയാടാ അവരുടെ ഫ്ലാറ്റ് നമ്പർ? 1 മിനിറ്റ് ഭയ്യ. എടാ റോഷ, എത്രയാണ് നിന്റെ ഫ്ലാറ്റ് നമ്പർ? നിന്റെ ദ്വാരപാലകൻ കയറ്റി വിടുന്നില്ല. എടാ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഒരു വെള്ളടി പാർട്ടിയൊക്കെ വെച്ചിട്ട് എങ്ങനെയാ ഓഫീസിൽ ഇരിക്കുന്നത്? ആണോ? ഓക്കെ. നമ്മളെത്തി. എടാ, ഇത് 1 BHK? 2 BHK. ഒരു ബെഡ്റൂം ഓണർ പൂട്ടിയിട്ടേക്കോ? എടാ, താമസിക്കുന്ന വീട്ടിലൊരു റൂം പൂട്ടിയിടാന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഫീലിംഗാണ്. പോരാത്തുന്ന ഒരു സാത്താൻ സിമ്പിളും. ഈ വീടിൻ്റെ ഓണർ സാത്താൻ സേവക്കാരനായിരുന്നോ? ആ, നീ വന്നേ. ഇതൊന്ന് ടേസ്റ്റ് നോക്കിയേ. ക്ലാസ്. അച്ചായമാർക്ക് മാത്രമേ ഇങ്ങനെ ബീഫ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. യോ, പേടിച്ചു പോയല്ല. നീ ഒറ്റയ്ക്ക് വന്നേ? ഇല്ല, രഞ്ജിത്തും പ്രസ്ലിയും ഉണ്ട്. അവർ സ്റ്റേജിൽ വരുന്നുണ്ട്. പെട്ടെന്ന് ഹെൽത്ത് കോൺഷ്യസ് ആയി. ഞാൻ ലിഫ്റ്റിൽ പോന്നു. നീയൊക്കെ നേരത്തെ തടി തുടങ്ങിയ? ഇല്ലടാ, ഞങ്ങളിപ്പോൾ എത്തിയോളൂ. വാ, കയറി വാ. എല്ലാരും നേരത്തെ എത്തിയില്ല. കള്ളുടിക്ക് മാത്രം ബിഫോർ ടൈമോ അല്ലേ? മോനെ ജേടിക്കുട്ടാ, ഉമ്മ. നീ പോയ ബീഫ് നോക്കി.
പാട്ടിൻ്റെ ഈണം നീയാണ് കാണാതെ കണ്ണിൽ. Guys, I have an announcement. We are getting married soon. What? വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില. നീയല്ലേ ഇവിടെ കസിനാന്ന് പറഞ്ഞേ? എനിവേസ് കൺഗ്രാറ്റ്സ് ഡാ. കൺഗ്രാറ്റ്സ്. Congrats, man. പ്രേമിച്ച് നടക്കുന്ന പോലെ അല്ല കല്യാണം. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റി. ആർ യു ഗൈസ് സീരിയസ് അബൌട്ട് ഇറ്റ്? യെസ്, ഐ നോ. ഞങ്ങൾ ഇതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ചതാ. ഐ നോ ഹർ ബെറ്റർ ദാൻ എനിവൺ എൽസ് ആൻഡ് ഷീ അണ്ടർസ്റ്റാൻഡ്സ് മീ ആസ് വെൽ. സോ വി ഡിസൈഡ് ടു മാരി ആൻഡ് ലിവ് ടുഗെദർ. അതിന് കല്യാണം കഴിക്കണമെന്നില്ലല്ലോ, ഒന്നിച്ചങ്ങ് താമസിച്ചാൽ പോരെ. റോഷ, ഈ കല്യാണം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിനൊരു സുഖമുണ്ടോ? നമ്മളെ കൺട്രോൾ ചെയ്യുന്ന, എന്നാൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിയാലുണ്ടല്ലോ, അങ്ങ് കെട്ടിയേക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും കല്യാണം കഴിക്കാൻ തോന്നുന്നു. ഇപ്പം ഫിറ്റായി. രഞ്ജിത്തെ, ഇതിന് വൻ ചെലവ് വേണം. ലീലാ പാലസിനായിക്കോട്ടെ, അല്ലാതെ ഇവനെ പോലെ ഒരു പാർട്ടിയും തരൂല. ഇവിടെ എന്തൊക്കെ നടന്നാലും ഇവന് കളി എന്നെ കളി. ഇങ്ങോട്ടോളാം. നിന്റെ ഫേവറേറ്റ് ചാനൽ വന്നല്ലോ, ഭൂതം പ്രേതം പിശാജ്. കാണും. ഈ IT യുഗത്തിലും പ്രേതവും ഭൂതവും. ഏടാ, ഇത് പൂതവും പ്രേതമൊന്നും അല്ല, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എനർജിയാ. അതൊക്കെ ഉള്ളതാ. എന്തോന്ന് നെഗറ്റീവും പോസിറ്റീവ്? ഇതെന്തോന്ന് ബാറ്ററിയാ? നമ്മൾ ഈ പൂജയും ഹോമമൊക്കെ നടത്തുന്നില്ലേ, എന്തിനാ? എന്തിനാ? ഈ നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ. അല്ലാതെ ഇവനെ പോലെ താമസിക്കുന്ന വീട്ടിൽ റൂമും പൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു സാത്താൻ സിമ്പിളും. എടാ, ഈ നെഗറ്റീവ് എനർജിക്ക് ആൾക്കാരെ കൊണ്ട് എന്തും തെളിയിക്കാൻ എന്തും. ഷേ, എൻ്റെ ഡ്രസ്സ് നശിപ്പിച്ചു. അയ്യോ സോറി. ഞാൻ പോയി കഴുകിയിട്ട് വരാം. ഓക്കെ. രശ്മി, എന്ത് പറ്റി? രശ്മി, പോയി നോക്കടാ. എന്ത് പറ്റി? അവിടെ അവിടെ ആ റൂമിൽ എന്തോ ഉണ്ട്. നെഗറ്റീവ് എനർജി. തേങ്ങാ കൊല. ഡാ വിനോദേ, നിന്റെ ഓരോ വർത്താനം കേട്ടിട്ട് ഇവള് പേടിച്ചത്. നമുക്ക് ആ റൂം ഒന്ന് തുറന്നു നോക്കിയാലോ? അതിന് എൻ്റെ കയ്യിൽ താക്കോലൊന്നുമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞാലോ ഓണ്ടത് പൂട്ടിയിട്ടേക്ക് വന്ന്. I'm not feeling comfortable here. Can you please drop me back? Yeah. Sorry guys, I have to leave. പോവാണോ? എന്തുവാടേ? ദാ ഇവനെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഇവിടെ കൊണ്ടുവിട്ടിട്ട് വരാം. Bye guys. ബൈ ഡാ. ഇനി ഡ്രൈവ് ചെയ്യാൻ വയ്യ.
ഓ എടാ റോഷ, 10 മണിയായി, എണീക്കടാ. വിനോദിനെ കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? വെളുപ്പിന് എണീറ്റ് പോയി കാണും. എൻ്റെ ഷൂസ് ഇവിടെ കിടപ്പുണ്ടല്ലോ. ഈ ഡോറയുടെ ഓപ്പൺ ചെയ്യട്ടെ. ആദി ഇങ്ങ് വന്നേ. വിനോദേ വിനോദേ എടാ വിനോദേ, വിനോദേ എണീക്കടാ. എടാ, ഞാൻ പറഞ്ഞ ആ റൂമിൽ എന്തോ ഉണ്ടെന്ന് ഞാൻ കണ്ടടാ. നീ എന്ത് കണ്ടു? അവൻ്റെ കണ്ടു കാണും. രാവിലെ തന്നെ തുടങ്ങി നിന്റെ വട്ട്. ഇന്നലെ എത്ര പേർക്ക് വലിച്ച് കയറ്റിയടാ? എടാ സത്യം കേക്കില്ലല്ല. ശരി വാ പോയി നോക്കാം. ഇതൊക്കെ ഒരുമാതിരി ഓവറല്ലേ, ഒരുമാതിരി ആളെ കളിയാക്കുക. എടാ ഇന്നലെ ഇത് തുറന്നു കിടക്കായിരുന്നു സത്യം. ആദി ഇവനെ കൂടി സ്ഥലം വിട്ടേ, ഇല്ലവൻ്റെ മേടിക്കും. എടാ വീട്ടിൽ പോയി 4 ബക്കറ്റ് വെള്ളത്തിൽ കുളിക്ക്. നിന്റെ കെട്ടൊന്ന് മാറട്ടെ. എടാ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഒരു വെള്ളടി പാർട്ടിയൊക്കെ വെച്ചിട്ട് എങ്ങനെയാ ഓഫീസിൽ ഇരിക്കുന്നത്? ആണോ? ഓക്കെ. Angel, we already decided not to get married. Then why now? My parents are forcing me to marry some other guy. Why don't you understand the situation? You better leave now. My friends are already here. We can discuss about it later, okay? Let them come. Avaru mariyate ellam. I'm not leaving here without a decision. എടി നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവന്മാരുടെ മുന്നിൽ നീ ഒന്നും പറയില്ല. അവന്മാർ പോകുന്നവരെ നീ ഇവിടെ കളയും. വാ. What's wrong? I trusted you. നമ്മളെത്തി. My parents are forcing me to marry some other guy. Why don't you understand the situation? റോഷ, ഈ കല്യാണം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിനൊരു സുഖമുണ്ടോ? നമ്മളെ കൺട്രോൾ ചെയ്യുന്ന, എന്നാൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിയാലുണ്ടല്ലോ, അങ്ങ് കെട്ടിയേക്കണം. I trusted you. Angel, I'm sorry. I'm sorry about what happened. I love you, Angel. I love you. Be there, okay? Hey, secret guest, congrats.